അപ്പോൾ ദീർഘനാളത്തെ കൂടിയാലോചനകൾ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു അല്പസം മുമ്പ്. പത്മജ വേണുഗോപാലിനെ തട്ടിയെടുത്ത ബിജെപിക്ക് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഒരു മറുപടിയാണ് തൃശൂരിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ കോൺഗ്രസ് അതിവേഗം പ്രതികരിച്ചത്. അത് കരുണാകരന്റെ മകളുടെ പലായനത്തിലൂടെ നാടികൾ തളർന്ന തൃശൂരെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ഊർജ്ജവും ചെറുതല നിന്ന് കോൺഗ്രസ് ഓഫീസുകളിലേക്കുള്ള പ്രവർത്തകരുടെ ഒഴുക്കാണ് തെളിവ്. ബിജെപിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിടുക എന്ന ദൗത്യം ഏറ്റെടുക്കുന്നുവെന്ന് ക്ലാരിറ്റിയോടെ പറയുന്നുമുണ്ട് കെ മുരളീധരൻ. എങ്കിലും മാറ്റങ്ങളോടെ വന്ന സ്ഥാനാർത്ഥി പട്ടികയിലൂടെ കളം പിടിക്കുന്ന UDF. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ വി ടി ബൽറാം, ശ്രീ നിതിൻ കണിച്ചേരി, ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ശ്രീ ആനന്ദ് കൊച്ചിയുടെ ഒരു ചർച്ചയിൽ ചേരുന്നു. നമ്മൾ ചർച്ചയിലേക്ക് വരുന്നു. ഇന്ന് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം, അപ്രതീക്ഷിതം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയോടെയാണ് ആ പേരുമാറ്റം കോൺഗ്രസ് പ്രവർത്തകർ പോലും അത്ഭുതത്തോടെ കേട്ടത്. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കെ മുരളീധരൻ പറഞ്ഞത് കേൾക്കാം. കെ കരുണാകരനെ സംഘികൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങളാരും ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനെടുത്തോളം കാലം സമ്മതിക്കില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു ഗ്യാരണ്ടിയാണ് എൻ്റെ ഗ്യാരണ്ടി, അല്ലാതെ എനിക്ക് മറ്റ് ഗ്യാരണ്ടി ഒന്നും നൽകാൻ കഴിയില്ല. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഏതെങ്കിലും നേതാക്കൾക്ക് പത്മജയുടെ നിങ്ങളുടെ ക്യാമ്പിലേക്കുള്ള വരവ് അറിയുമോ അറിയില്ല. പക്ഷേ തൃശ്ശൂരെ ജില്ലാ നേതാക്കളോ പ്രവർത്തകരോ സ്വപ്നേവി കരുതിയതല്ല കൊടിയ രാഷ്ട്രീയ വഞ്ചന എന്നവർ വേദനയോടെ പറയുന്ന പത്മജയുടെ പാർട്ടി മാറ്റം. അത് ആ പ്രവർത്തകരെ, നേതാക്കളെ അക്ഷരാർത്ഥത്തിൽ അസ്തപ്രജ്ഞരാക്കി എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹാരായ പ്രവർത്തകർ വരുന്നത് കെ മുരളീധരനാണ് എന്നറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കുകയാണ്. അവിടെ കുറേ അധികം ഗ്രൂപ്പുകളുള്ള കോൺഗ്രസ് പാർട്ടിയിൽ വല്ലാത്തൊരു ഐക്യം കൊണ്ടുവരുന്നു. ഓപ്പറേഷൻ പത്മജയ്ക്ക് 10 മടങ്ങ് പ്രഹരത്തിൽ തിരിച്ചടിച്ചോ കോൺഗ്രസ്? ശ്രീ ബി ഗോപാലകൃഷ്ണൻ. ആദ്യം മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു മറുപടി പറഞ്ഞോട്ടെ. എനിക്ക് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പം സഹതാപം തോന്നി. കാരണം തന്തയ്ക്ക് പറക്കാത്തതാണ് പത്മജ എന്ന് പറയുമ്പം ഏത് കോൺഗ്രസ്സുകാരനായാലും അപമാനിച്ചത് കരുണാകരനെയാണ്. കരുണാകരൻ്റെ വിശ്വസ്തയായ ഈ കോൺഗ്രസ്സുകാരൊക്കെ 3 നേരം പോയിട്ട് വീട്ടിലിരിക്കുമ്പം അവർക്ക് വെച്ചു വിളമ്പിയ ആ പാവം സ്ത്രീയെയാണ്. അത് വേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് സംഘികൾക്ക് വിട്ടുകൊടുക്കണ്ട. ഈ മൂന്നാംകട ഭാഷയിൽ സ്വന്തം അച്ഛനെ അമ്മയും അപമാനിച്ചവർക്ക് വീണ്ടും കരുണാകരനെ വിട്ടുകൊടുക്കാൻ, അച്ഛനെ വിട്ടുകൊടുക്കാൻ, അച്ഛൻ്റെ ആത്മാവിനെ വിട്ടുകൊടുക്കാൻ, അച്ഛൻ്റെ ചിതയിൽ വീണ്ടും പോയിരുന്ന് തെറി പറയാൻ അവസരം കൊടുക്കുന്നത് നന്നായി എന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കണം. കെ കരുണാകരനെ ഞങ്ങളൊക്കെ, അദ്ദേഹം മരിച്ച സമയത്ത് ഞാൻ പോയിരുന്നാണ് അനുശോചനത്തിന്. അന്ന് ഞാൻ പറഞ്ഞൊരു ഭാഷയുണ്ട്, ഒരു കെ കരുണാകരൻ BJPയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ഒരു ഭാഷ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആ കെ കരുണാകരനെ ഇങ്ങനെ അപമാനിക്കേണ്ടിയിരുന്നില്ല. അതിന് പ്രതികരിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനാണ് കെ മുരളീധരൻ. അതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കൊരട്ടിമുത്തിക്ക് പൂവങ്കല സമർപ്പിച്ച പ്രതാപൻ, അദ്ദേഹം ഇന്നലെ രാവിലെ ഞാനും അദ്ദേഹവും തമ്മിൽ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് എത്താൻ 10 മണിക്ക് എത്തേണ്ടതാണ്. അദ്ദേഹം എത്തിയത് 10:45. ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രതാപം വരും, വന്നിട്ട് ചെയ്യാം. 10:45 അദ്ദേഹം എത്തി. അപ്പോൾ അദ്ദേഹം വിടർന്ന പുഞ്ചിരിയോടുകൂടി വന്നു. ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഞാൻ ചോദിച്ചു എന്തായി? അപ്പോൾ പറഞ്ഞു എല്ലാ ഉത്കണ്ഠയും നീങ്ങി, ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിത് താങ്കളുടെ അനുവാദം ഉണ്ടെങ്കിൽ ഞാനിവിടെ പറയട്ടെ, ഞാനാണ് പ്രസംഗിക്കുന്നത് ആദ്യം. പറഞ്ഞോളൂ ഗോപാലകൃഷ്ണൻ പറഞ്ഞോളൂ പറഞ്ഞു. അദ്ദേഹം കസേരയിലിരിക്കുമ്പോൾ ഞാനത് പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് എന്നെ അഭിനന്ദിച്ചു. ഒപ്പം നാട്ടുകാരോടൊക്കെ പറഞ്ഞു ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി. നോക്കൂ, കേരളത്തിലെ എല്ലാ നിലവിലുള്ള MP മാർക്കും സീറ്റ് കൊടുത്തു. ഈ മനുഷ്യനെ മാത്രം തഴഞ്ഞു. ഇത് സർജിക്കൽ സ്ട്രൈക്കാണോ അതോ 2 രീതിയിലുള്ള സ്ട്രൈക്കാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മുരളീധരൻ വരുന്നതിൽ വല്ലാത്തൊരു ആവലാതി തൃശ്ശൂരെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ബി ഗോപാലകൃഷ്ണനുണ്ടോ? താങ്കളുടെ ആദ്യം മുതൽ തന്നെ പ്രതാപനെ മാറ്റിയതിൽ അങ്ങേക്ക് വല്ലാത്തൊരു സങ്കടമുള്ള ഒരു തോന്നൽ തോന്നുന്നു ബി ഗോപാലകൃഷ്ണൻ, അങ്ങനെയുണ്ടോ? അല്ല, ഞാൻ നിങ്ങൾ ചോദിച്ചതിനല്ലേ ഉത്തരം പറയുന്നത്. പ്രതാപൻ എൻ്റെ സുഹൃത്താണ്, അത് വേറെ വിഷയം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലാക്കും. നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, കാരണം ഒരു മനുഷ്യൻ കൊരട്ടി മുത്തിക്ക് പൂവങ്കൊലയും കൊടുത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തെ പിടിച്ച് മാറ്റി അതിന് ഇപ്പോൾ ചുമരെഴുതായി നടക്കാൻ. കൊരട്ടിമുത്തിയുടെ പൂവങ്കൊലയ്ക്ക് മുമ്പ് ഒരു കിരീടം ഉണ്ടായിരുന്നില്ലേ? കൊരട്ടിമുത്തിക്കുള്ള പൂവങ്കൊല അപരാധമായി കാണല്ലേ? നേർച്ചക്കൊല ആയിക്കൂടെ?
എന്തൊരു കഷ്ടം. നിങ്ങൾ എന്ത് വിവരക്കേടാ പറയുന്നത്? ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം സ്ഥാനാർത്ഥിയായതിൻ്റെ പേരിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് ഞാൻ വേറൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഈ ആവശ്യമില്ലാത്തതിലേക്കൊന്നും പോലെ അങ്ങനെ ഒരു മനുഷ്യൻ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് ഇന്നലെ രാവിലെ 10:45. അതല്ല ഞാൻ തുറന്നു പറഞ്ഞേ. അതോടെ മാറ്റിവെക്കാം. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അത് ആ പാർട്ടിക്ക് തീരുമാനം എടുക്കാം. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. എൻ്റെ പോയിന്റ് 2 കാര്യമാണ്. ഒന്ന്, പ്രതാപനെ കൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ തടയാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം കണ്ടിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വേണുഗോപാലും കൂട്ടരും കരുണാകരൻ്റെ മകനും ഒരു മൊത്തം പണി കൊടുത്തതാണ്. ഒരു സ്ട്രൈക്ക്, സർജിക്കൽ സ്ട്രൈക്ക് ശരിക്ക് മുരളീധരന് കൊടുത്തതാണെന്നൊരു സംശയം എനിക്ക്. കാരണം മുരളീധരൻ്റെ ജാതകം അനുസരിച്ച് അദ്ദേഹത്തിന് ഭാഗ്യമില്ലാത്ത ഒരു ജില്ലയാണ് ഈ തൃശ്ശൂർ ജില്ല. അദ്ദേഹം ഒരിക്കലും ജയിച്ചിട്ടില്ല. അദ്ദേഹം വടക്കാഞ്ചേരിയിൽ മന്ത്രിയായിട്ട് പോയി മത്സരിച്ച് തോറ്റു. അദ്ദേഹം പാർലമെൻറ്റിൽ തൃശ്ശൂരിൽ മത്സരിച്ച് തോറ്റു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാശിയില്ലാത്തൊരു മണ്ഡലമാണ്. അപ്പോൾ ആ രാശിയില്ലാത്ത മണ്ഡലത്തിൽ പോയി നിന്ന് ഇയാളങ്ങോട്ട് തോക്കട്ടെ എന്ന് വേണമെന്ന് വെച്ചിട്ട്, കാരണം സ്വന്തം പെങ്ങളപ്പുറത്ത് പോയതല്ലേ, അപ്പോൾ ആങ്ങളക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞ് വേണുഗോപാൽ ഒരു പണി കൊടുത്തതാണോ എന്ന് ഒരു സംശയം എനിക്കുണ്ട്. എന്തായാലും ശരി, ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള മത്സരത്തിൽ ആങ്ങളെ പൊളിയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഉദ്ദേശിക്കുന്ന മാതിരി ഒന്നും അല്ല തൃശ്ശൂര്. ശരി, പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ ജാതകം, രാശി എന്നതൊക്കെ നോക്കേണ്ടതുണ്ടോ? പോട്ടെ, ഓരോരുത്തർ വിശ്വാസം പോട്ടെ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ വി.ടി. ബൽറാം, പക്ഷേ ഇതേ രാശിയുള്ള ആളാണ് നേമത്ത് ജയൻ കിൽറായത്. ഇതേ രാശിയുള്ള ആളാണ് വടകരയിലേക്ക് പോയി അവിടെ ജയിച്ചത്. അപ്പോൾ രാശി വേറൊരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിജയരാശി ഉണ്ട് ഉള്ള ആൾ കൂടിയാണ് കെ മുരളീധരൻ. അദ്ദേഹം തെളിയിച്ചതാണ്. ഏത് മണ്ഡലത്തിലും ധൈര്യത്തോടെ കോൺഗ്രസിനോട് ഇറക്കാൻ കഴിയുന്ന ഒരു രാശി ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പൂർവ്വകാല തെരഞ്ഞെടുപ്പ് പാർലമെന്ററി ജീവിതത്തിലൂടെ തെളിയിച്ചാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ വി.ടി. ബൽറാം, ഇവിടെ കൊരട്ടിമുത്തയ്ക്ക് പൂവങ്കൊല സമർപ്പിക്കൽ മാത്രമായിരുന്നില്ല. ഇപ്പം ഇന്നലെ, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന്, അതായത് ഇന്നലെ രാത്രിയാണല്ലോ ഈ പേരുമാറ്റത്തിന്റെ സൂചന. മിനിഞ്ഞാന്ന് രാത്രി 2 മണിക്കൊക്കെ അനിലക്കരുടെ നേതൃത്വത്തിൽ അവിടെ തൃശ്ശൂർ റൗണ്ടിൽ ശിവരാത്രി ആശംസകൾ, എംപിയുടെ ശിവരാത്രി ആശംസകൾ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആർക്കും അറിയത്തില്ലായിരുന്നു പ്രതാപന്റെ മാറ്റം. അപ്പോൾ പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്കുള്ള പോക്ക് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നോ? അത്ര ഓവർ റിയാക്ഷന്റെ കാരണം ഉണ്ടായിരുന്നോ ശ്രീ വി.ടി. ബൽറാം? ഞാനിപ്പോൾ ഹാഷ്മി ഈ ഗോപാലകൃഷ്ണനോട് ചോദിച്ച ചോദ്യം തന്നെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. ഈ തെരഞ്ഞെടുപ്പിൽ ജാതകവും ഭാഗ്യവും രാശിയും ഒക്കെയാണോ BJPയുടെ പ്രചരണായുധങ്ങളായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഈ വാദഗതികൾ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നുന്നത്. ഇവിടെ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നാണ് നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസിന്റെ ഒരു ലിസ്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തു വരുന്നത് ഇന്നാണ്. അതിൽ 39ഓളം സ്ഥാനാർത്ഥികളെ മാത്രമേ ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. കാരണം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ. എന്നാണ്, ഏത് ഷെഡ്യൂളിലാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പട്ടിക പുറത്ത് ഇന്ന് വരുമ്പോൾ അതിൽ കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റിലെയും സ്ഥാനാർത്ഥികളെ ഒറ്റയടിക്ക് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ദേശീയ തലത്തിലുള്ളത് BJP ആണല്ലോ. BJP കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല സീറ്റുകളിലും ഇനിയും പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവരുടെ ഇടയിൽ ആ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഒറ്റയടിക്ക് കേരളത്തിലെ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളെ ഇതിനോടകം തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടുകൂടി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയാണ്. 20 സീറ്റിലെയും UDF സ്ഥാനാർത്ഥികൾ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ അവർക്കുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള അസ്വസ്ഥത, അവർ വലിയ പ്രതീക്ഷകൾ കെട്ടിപ്പൊക്കിയിരുന്ന സ്ഥലങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പുതിയ ഇച്ഛാഭംഗം, ഇതിന്റെയൊക്കെ ഒരു ബഹിർസ്ഫുരണമായിട്ട് മാത്രമേ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന വാദഗതികളിലെ ബാലിശമായിട്ടുള്ള സ്വഭാവം നമ്മളൊന്ന് തിരിച്ചറിയണ്ടേ. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്നലെ പത്മജയുടെ രാഷ്ട്രീയ ചുവടുമാറ്റവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ വലിയ രീതിയിൽ വളച്ചൊടിച്ച് വികാരം കൊള്ളുന്നതെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു രാഷ്ട്രീയ ലെഗസിയുടെ കാര്യം പറയുകയാണെങ്കിൽ കരുണാകരന്റെ രാഷ്ട്രീയ ലെഗസി ഉപയോഗിക്കാനുള്ള അർഹത ആ നിലയ്ക്ക് പത്മജ സ്വയം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ബയോളജിക്കലി കരുണാകരൻ അവരുടെ പിതാവായിരിക്കാം, പക്ഷേ ആ പിതൃത്വത്തിന്റെ വേദന ഉണ്ടാവണമെങ്കിൽ ഏറ്റവും കൂടുതൽ ബി ഗോപാലകൃഷ്ണനോ വി.ടി. ബൽറാം എനിക്കോ അല്ല, അത് കെ മുരളീധരനാണ്. ഇപ്പൊ ബി ഗോപാലകൃഷ്ണൻ അർത്ഥത്തിലാണെങ്കിൽ ഇപ്പൊ കെ മുരളീധരനോട് ചോദ്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം
അദ്ദേഹം ജീവിതകാലം ഇപ്പൊ ബി അല്ലല്ല, ഗോപാലകൃഷ്ണൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ ബി. ഗോപാലകൃഷ്ണൻ അനുശോചന പറഞ്ഞ പ്രസംഗത്തിൽ അർത്ഥത്തിലല്ലല്ലോ പോയി ഹാഷ്മി. ബി ജെ പിയിൽ ഉണ്ടായിരുന്നില്ല അല്ല, എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് പറയട്ടെ. പ്രതീക്ഷ നിൽക്കേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതകാലം മൊത്തം എതിർത്ത സംഘപരിവാറിന് കെ കരുണാകരൻ ഒരു പോസ്റ്റർ അടിക്കാൻ അവസരം ഉണ്ടായിക്കൊടുത്ത ആരാണ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ രാഷ്ട്രീയ ലെഗസി ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പം മനസ്സിലാവേണ്ടവർക്ക് എന്താ ഏത് അർത്ഥമാണെന്ന് മനസ്സിലായിട്ട്. പക്ഷേ അപ്പോൾ ഞാൻ പറയും ആ തന്തയിൽ എന്താണ് ആ ടൈപ്പ് ഓഫ് കോയിനേജ് ഉപയോഗിക്കാൻ പാടില്ല. വേറെ കാര്യം ഇനി രാഷ്ട്രീയ ഇനി പൊളിറ്റിക്കൽ പിതൃശൂന്യത എന്ന വാക്കാണെങ്കിൽ കൂടി ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞു. നമുക്കറിയാം വളച്ചൊടിച്ച് ഏത് തരത്തിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം എന്നുള്ളതുകൊണ്ട് അല്ല. അപ്പൊ അതാണ് അവർ ഈ ഇലക്ഷനിൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിനെ മറ്റു രീതിയിൽ വളച്ചൊടിച്ച് നാട്ടുഭാഷയിലേക്ക് വളച്ചൊടിച്ച് അതിനെ ആ രീതിയിൽ വൈകാരികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? കെ കരുണാകരന്റെ കുടുംബത്തിൽ അതിന്റെ പേരിൽ ഒരു മറ്റു തരത്തിലുള്ള ചർച്ചയിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതാണ് അവരുടെ ഒരു ശ്രമം. രണ്ടാമത്തെ എന്താ, ടി എൻ പ്രതാപനോട് വലിയ സ്നേഹം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ വരെ ഈ ടി എൻ പ്രതാപനെ കുറിച്ച് ഇവർ പറഞ്ഞുണ്ടാക്കിയ നുണകള്, അദ്ദേഹത്തിന്റെ സെക്യുലർ നിലപാടുകളെ എത്രത്തോളം വർഗീയവൽക്കരിച്ചുകൊണ്ടാണ് ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ടി എൻ പ്രതാപന്റെ പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടുകൂടി അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ നിയോഗിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ആ പാർട്ടി തീരുമാനത്തെ സഹർഷം സ്വാഗതം ചെയ്യുകയും മറ്റെല്ലാവരെയും യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഈ പുതിയ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തെ സ്വാഗതം ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയ ആളാണ് ശ്രീ ടി എൻ പ്രതാപൻ. കാരണം ടി എൻ പ്രതാപനെ എത്രയോ കാലമായിട്ട് നമുക്കൊക്കെ അറിയാം. ഞാൻ അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ അംഗമായിരുന്നു. അതിനപ്പുറത്തുള്ള അതിന് മുമ്പും അതിനുശേഷമുള്ള സൗഹൃദവും ബന്ധവും ഒരു സഹോദരന്റെ സ്ഥാനവും ഒക്കെ ഉള്ള ആളാണ് ഞാൻ. അദ്ദേഹം എന്ന് പറയുന്നത് അടിമുടി പാർട്ടിക്കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്. ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന് കെ എസ് യുയിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും മറ്റ് പലതരത്തിലുള്ള കോൺഗ്രസിന്റെ അനുബന്ധ സംഘടനകളുടെയും കടന്നു വന്ന് അദ്ദേഹം 2 തവണ നാട്ടികയിൽ നിന്ന് MLA ആയി, അതിനുശേഷം കൊടുങ്ങല്ലൂരിൽ നിന്ന് MLA ആയി, അതിനുശേഷം അദ്ദേഹം സിറ്റിംഗ് MLA ആയിരിക്കുമ്പോൾ മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹം സിറ്റിംഗ് MLA ആയി കൊടുങ്ങല്ലൂരിലുള്ള സമയത്താണ് അദ്ദേഹം മത്സരരംഗത്തേക്ക് എനിക്ക് ഇടവേള വേണമെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരികയും ചെയ്തത്. അങ്ങനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് കഴിഞ്ഞ തവണ അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ അധികാരത്തിന്റെയോ പദവികളുടെയോ പുറകെ പോകുന്ന ആളല്ല. അദ്ദേഹം വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാധ്യമ പ്രവർത്തകരുമായിട്ട് വലിയ സൗഹൃദമുള്ള ആളാണ്. നിങ്ങൾക്കൊക്കെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സറിയാനുള്ള അവസരം ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ടല്ലോ. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ആ വീണ്ടും ഒരിക്കൽ കൂടി മത്സരിക്കണമെന്ന് വ്യക്തിപരമായിട്ട് ആഗ്രഹിച്ച ഒരാളല്ല എന്ന് നമുക്കറിയാം. പക്ഷേ സിറ്റിംഗ് MLA-മാർ മുഴുവൻ മത്സരിക്കുന്ന ഒരു പൊതു തീരുമാനത്തിലേക്ക് പാർട്ടി ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഈ പാനലിൽ തന്നെ പലരും ആ നിലയിൽ പാർട്ടിയുടെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ ഈ തീരുമാനത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പലരും മത്സരരംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. ഇവിടെ പക്ഷേ വളരെ നല്ല ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ശ്രീ കെ മുരളീധരൻ എന്ന് പറയുന്ന ടി എൻ പ്രതാപനേക്കാൾ സ്റ്റേച്ചറുള്ള അദ്ദേഹത്തിന്റെ കൂടി നേതാവായി ടി എൻ പ്രതാപൻ അടക്കമുള്ള ആളുകൾ കാണുന്ന കെ മുരളീധരൻ അവിടെ പ്രത്യേക സാഹചര്യത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഒരു കുത്തിത്തിരിപ്പും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഗോപാലകൃഷ്ണൻ ഒറ്റക്കെട്ടായി ഞങ്ങൾ കെ മുരളീധരന് വേണ്ടി വിജയിക്കും. നിങ്ങളുടെ അക്കൗണ്ട് തുറക്കുക എന്നുള്ള സ്വപ്നം അത് സ്വപ്നമായി തന്നെ ഈ തവണയും അവശേഷിക്കാനേ പോകുന്നുള്ളൂ, ഒരു സംശയവും വേണ്ട. ആനന്ദ് കൊച്ചുകൂടി ഇപ്പോൾ ടി എൻ പ്രതാപന് ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറയുന്ന ആഴത്തിലെ ഹൃദയവേദന ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം 6 മാസം മുൻപ് തന്നെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AICC കത്ത് കൊടുത്ത ആളാണെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഇത്തവണയല്ല, ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലും വരുമ്പോൾ നേരിൽ പോയി കണ്ട് എന്നെ ഇത്തവണ ഒഴിവാക്കി തരണം എന്ന് അഭ്യർത്ഥിച്ച ആളാണ് ടി എൻ പ്രതാപൻ എന്നാണ് എൻ്റെ അറിവ്. ഇതൊക്കെ അകത്തെ അവരുടെ ഇന്നർ സർക്കിൾ നടക്കുന്നതാണ്. ഇപ്പോൾ പി ടി ബലറാം സമ്മതിക്കില്ലെങ്കിലും ടി എൻ പ്രതാപൻ ഉറപ്പായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമുണ്ട്. അപ്പോൾ ടി എൻ പ്രതാപൻ അവിടുന്ന് മാറുന്നത് ഇപ്പോൾ ഏതോ സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ എന്താ കൊച്ചിനനിഫ പറയുന്നത് പോലെ പൊട്ടനും പോയി ചട്ടിയും പോയി ബോട്ടും കിട്ടിയ അയലസ എന്ന് പറയുന്ന ഒരു ഉള്ളിൽ ചിരി ഞാൻ വ്യക്തിപരമായി കാണുന്നത് പോട്ടെ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി പക്ഷേ ഇവിടെ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് കരുണാകരൻ എന്ന് പറയുന്ന തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വൈകാരികതയാണ്. അപ്പോൾ ആ വൈകാരികതയ്ക്ക് മൂർധാവിന് കിട്ടിയ പ്രഹരമാണ് പത്മജ വേണുഗോപാൽ BJP എന്നുള്ള അവർക്ക് കിട്ടിയ വാർത്ത. അക്ഷരാർത്ഥത്തിൽ അവർ നാടികൾ തളർന്ന് എന്ത് ചെയ്യണമെന്നതിന് തങ്കരാപ്പിലായിരുന്നു. ഇപ്പോൾ ഇന്നലെ പത്മജ വേണുഗോപാൽ BJP ചേരുന്നു. ആ ദിവസം രാവിലെ ഉറക്കച്ചടവ് പോലും മാറാത്ത കണ്ണുകളുമായി ടി എൻ പ്രതാപൻ അവിടേക്ക് ഒന്ന് യോഗം ചേർന്നു. എന്ത് ചെയ്യാൻ കഴിയും, അധികം ഡാമേജ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ഇറങ്ങണം, അത് കെ കരുണാകരൻ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചിറങ്ങണം എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് പോയി എന്ത് ചെയ്യണമെന്ന് തങ്കലാപ്പിൽ നിന്നവർക്ക് മുന്നിലേക്കാണ് കെ മുരളീധരൻ പൊടുന്നനെ രക്ഷക വേസ്റ്റിൽ അവതരിക്കുന്നത്. അതിൻ്റെ ഊർജ്ജം ഇന്നത്തെ പാർട്ടി ഓഫീസുകളിൽ അവിടെ തൃശ്ശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി ഓഫീസിലേക്ക് ഒഴുകുകയാണ്. ഇന്ന് രാത്രി ശിവകാശിയിലെയും അവിടുത്തെയും 5 or 6 പ്രസ്സുകളിൽ ഫ്ലെക്സുകൾ അടിക്കപ്പെടുകയാണ്.
നാളെ മുരളീധരൻ വരുമ്പോൾ തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി BJP-കാരിയായ പത്മജ ട്രിവാൻഡ്രത്തിറങ്ങുമ്പോൾ BJP കൊടുത്ത സ്വീകരണത്തിൻ്റെ 50 ഇരട്ടി ആവേശത്തിൽ സ്വീകരണം കൊടുക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഒരാവേശം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ ശ്രീയാനന്ദ് കൊച്ചുകൂടി? ഹാഷ്മി, ഈ BJP-യുടെ ഈ പത്മജയുടെ ഈ എൻട്രിയിൽ BJP-യിലേക്കുള്ള എൻട്രി അത് ഒരു ദിവസം കൂടി ഒന്ന് ലേറ്റായെങ്കിൽ ഇപ്പോൾ ഈ നടക്കുന്ന പല ചർച്ചകളും ഒന്നും ഉണ്ടാകില്ല. ഇന്നിപ്പോൾ BJP-യുടെ ഒരു അനുഭാവിയായിട്ടുള്ള ഒരു മുതിർന്ന ആളെനിക്ക് മെസ്സേജ് അയച്ചു, അവർക്കൊരു ദിവസം കൂടി കാത്തിരിക്കാൻ പാടില്ലായിരുന്നോ എന്ന്. കാരണം ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക് സാധാരണ കോൺഗ്രസ്സുകാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. വളരെ ചടുലമായ രീതിയിൽ അതിനോട് റിയാക്ട് ചെയ്യുന്നു. കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ്സുകാർ വളരെ കാലമായിട്ട് ചെയ്യാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ അല്ലെങ്കിൽ അഴകുഴമ്പൻ നിലപാടെടുക്കായ്മ തന്നെ ഒരു നിലപാടായി സ്വീകരിക്കുന്ന കോൺഗ്രസ്സുകാർ പെട്ടെന്ന് തന്നെ ഇതിന് വളരെ ചടുലമായി വളരെ ഒറ്റ ദിവസം കൊണ്ട് മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് കൊണ്ടുവരിക വഴി ഇവിടെ കേരളത്തിൽ BJP-ക്ക് ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ള ആ ഒരു സ്വപ്നത്തിനാണ് ഏറ്റവും വലിയ അത് ഇല്ലായ്മ ചെയ്യുന്നത്. അത് സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ താമര ചിഹ്നത്തിൽ ഒരു സീറ്റ് എന്നുള്ള BJP-യുടെ ചിരകാല അഭിലാഷം അത് ഇല്ലാതാവുകയാണ്. അതിൽ കൂടി ഒന്നാമത്തെ കാര്യം, അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അതിൻ്റെ മുന്നോട്ടുള്ള ഇതിൽ ഈ പത്മജ ശരിയാണ്, അവർ BJP-യിലേക്ക് പോകുന്നത് വഴി അത് കോൺഗ്രസ്സിന് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അനൗൺസ്മെൻറ്റ് വഴി അതിനെ മറികടന്നു. ഇനി രണ്ടാമത്തെ കാര്യം പ്രതാപൻ്റെ കാര്യം. പ്രതാപൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഈ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഇത് ഒരു തരത്തിലും മത്സരിക്കാൻ ആഗ്രഹിക്കാതെ ഇവിടെ ഇരിക്കുന്ന VT ബൽറാമിനെ തന്നെ ഒരു ഘട്ടത്തിൽ നോമിനേറ്റ് ചെയ്തിരുന്നു. എനിക്ക് പകരം തൃശ്ശൂർ ബൽറാം മത്സരിക്കട്ടെ എന്ന് പ്രതാപൻ പറഞ്ഞുകൊണ്ട് നടന്നതാണ്. പക്ഷേ അദ്ദേഹത്തോട് അവസാനം പാർട്ടി തന്നെ പറഞ്ഞു നിങ്ങൾ മത്സരിക്കണം. ഇപ്പോൾ ഇതിൽ പ്രശ്നം ഇപ്പോൾ ബൽറാം സമ്മതിക്കില്ല. പക്ഷേ ഈ തൃശ്ശൂരെ പാർട്ടിക്കിടയിൽ തന്നെ പാർട്ടി നേതാക്കൾക്കിടയിൽ അണികൾക്കിടയിലും തന്നെ പ്രതാപൻ മത്സരിക്കുന്നതിനെ അവർക്കതിൽ വലിയ പരാതിയുണ്ട്. കാരണം പ്രതാപൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ഈ കുറച്ച് കാലമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കാൻ കുറേ ശ്രമിച്ചതാണ്, അത് നടന്നില്ല. അതിനുശേഷം ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കണ്ണുവയ്ക്കുന്നത് അത് ശരി. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ ഒരു തരത്തിലും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ കുറച്ച് ദിവസമായി അദ്ദേഹത്തോട് പാർട്ടി ആവശ്യപ്പെട്ടത് വഴി സ്നേഹയാത്ര എന്നൊക്കെ പറഞ്ഞ് കുറേ വെയിൽ കൊള്ളുകയും ഇതുപോലെ കൊരട്ടിമുത്തിക്ക് പൂവങ്കുല നേർച്ച കൊടുക്കുകയും ഒക്കെ ചെയ്തതൊക്കെ ശരിയാണ്. അദ്ദേഹം ജയിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായത്. ഇതിപ്പോൾ എല്ലാ അർത്ഥത്തിലും പ്രതാപനും ഗുണമാണ്. ഹാഷ്മി പറഞ്ഞതുപോലെ അതെ, പ്രതാപനും അത് തന്നെ ഗുണമാണ്. ഇപ്പോൾ കോൺഗ്രസിനും ഗുണകരമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇപ്പോൾ പ്രതാപൻ അവിടെ നിന്നാൽ ഇപ്പോൾ നേരത്തെ ഇവിടെ ബൽറാം സൂചിപ്പിച്ചു, ഇവിടെ വർഗീയമായിട്ടുള്ള ചില നമ്മൾ നിഷ്പക്ഷരെന്ന് കരുതുന്ന പലരും ഇവിടെ വർഗീയമായിട്ടുള്ള പല ക്യാമ്പയിനും അഴിച്ചുവിട്ട ഒരു കാലഘട്ടമാണ്. അത് ഈ ഹമാസ് അനുകൂലിയാണ് പ്രതാപൻ. അദ്ദേഹം യൂസഫ് അലിയുടെ എന്തോ ഒരു അടുപ്പക്കാരനാണ്. അത് യൂസഫ് അലി അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ പഠനച്ചെലവ് എന്തോ വഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള വർഗീയമായിട്ടുള്ള ക്യാമ്പയിനുകൾ അഴിച്ചുവിടുക വഴി അവിടെ തൃശ്ശൂരുള്ള ഗണ്യമായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ടിലേക്ക് BJP കണ്ണും നോക്കിയിരിക്കുകയായിരുന്നു. അവിടെ സുരേഷ് ഗോപി നായർ പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് സ്ത്രീ വോട്ടർമാർ എന്ന ആ ഒരു സമവാക്യത്തിൽ തൃശ്ശൂർ പിടിച്ചെടുക്കും, തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന് BJP-യും സുരേഷ് ഗോപിയും ഒക്കെ കരുതിയിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നാളെ മുരളീധരൻ അവിടെ വന്നിറങ്ങുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ അവിടെ എനിക്ക് പരിചയമുള്ള കുറച്ച് കോൺഗ്രസിൻ്റെ ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ആവേശമാണ്. ഇന്നലെ തൊട്ടേ അവർക്ക് ആവേശമാണ്. കാരണം അവർ പ്രതാപന് വേണ്ടി വർക്ക് ചെയ്യാൻ പോലും അവർക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ പാർട്ടി പറഞ്ഞാൽ വർക്ക് ചെയ്യണ്ടേ എന്ന രീതിയിലാണ് അവർ പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കരുണാകര വൈകാരികത എന്ന് പറഞ്ഞ തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ചോരയിലുള്ളതാണ്. അപ്പോൾ ആ വൈകാര്യത്തിൽ കിട്ടുന്ന വലിയ പ്രഹരത്തിൽ അവർ സ്തബ്ധരായി നിന്നെടുത്ത് ഒരാൾ അവതരിക്കുകയാണ്. എന്താണ് കരുണാകരൻ്റെ യഥാർത്ഥ ലെഗസി? ഈ പറയുന്ന വർഗീയതയെ ഞാൻ 3ാം സ്ഥാനത്തേക്ക് അടിച്ചു മാറ്റിക്കളയും എന്നുള്ള പ്രഖ്യാപനത്തിൽ വരുമ്പോൾ അവർക്ക് ആവശ്യമുണ്ടാകുന്ന സ്വാഭാവികം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ B. ഗോപാലകൃഷ്ണക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. പത്മജ വേണുഗോപാൽ എന്നെ TV-യിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിയാ, ഞാൻ TV-യിൽ കാണാറുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, TV-യിൽ എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഞാൻ അഭിപ്രായം പറയുമോ മരണം വരെ ആ അഭിപ്രായത്തോടൊപ്പം കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ തന്നെ എനിക്ക് എഴുതുക.
അല്ലാതെ രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ടോ എൻ്റെ കുടുംബത്തിലെ ആർക്കെങ്കിലും ED കേസ് വരുമ്പോഴോ ഞാൻ പാർട്ടി മാറാൻ പോകുന്നില്ല. അതൊന്ന്. രണ്ട്, പത്മജ വേണുഗോപാൽ എന്നെ TV-യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പറയുന്ന സമയത്ത് അതിന് കാരണമായ എൻ്റെ പത്രസമ്മേളനം നടക്കുന്നത് ഞാനൊരു നിരാഹാര പന്തലിരിക്കുമ്പോഴാണ്. ഞാനും ജബി മേത്തറും അലോഷ്യസും അടക്കമുള്ള ആളുകൾ നിരാഹാരത്തിലാണ്. പത്മജ വേണുഗോപാൽ എപ്പോഴെങ്കിലും ആഹാരം വേണ്ടെന്ന് വെച്ചത് ബോഡി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും നിരാഹാരം ഇരുന്നതായിട്ടോ ഭക്ഷണം ഒഴിവാക്കിയതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. ഇനി ഞാനും അബിനും അലോഷിയും ജബി മേത്തറും സിദ്ദിഖ് അടക്കമുള്ള ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും എത്രയോ തവണ പോലീസ് ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ലീഡർ വാത്സല്യത്തോടെ വളർത്തിയതുകൊണ്ട് ലീഡർ പോലും ഒരു ചെറിയ ഈർക്കിൽ കമ്പ് കൊണ്ട് പോലും പത്മജ അടിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇനി എൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം 8-9 കേസായി. എൻ്റെ പേരിൽ 100-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് സമരം നടത്തിയതിൻ്റെ പേരിൽ. പത്മജ വേണുഗോപാലിൻ്റെ പേരിൽ ഇനിയും ഓവർ സ്പീഡിൻ്റെ പേരിൽ വല്ലതും, എന്തായാലും ബൈക്കിലൊന്നും യാത്ര ചെയ്യത്തില്ല വെയിൽ കൊള്ളാൻ പ്രശ്നമുള്ളതുകൊണ്ട്, ഓവർ സ്പീഡിൻ്റെ പേരിൽ വല്ലതും പെറ്റിയടിച്ച കേസല്ലാതെ ഈ നാട്ടിൽ സമരം ചെയ്ത ഏതെങ്കിലും കേസുള്ളതായിട്ട് എനിക്കറിയില്ല. ബി ഗോപാലകൃഷ്ണൻ, രാഹുലിൻ്റെ പരിഹാസ്യോക്തി എനിക്ക് ആരെയും അങ്ങനെ പരിഹസിക്കരുത് എന്ന നിലപാടുള്ള ആളാണ് വ്യക്തിപരമായി. ബി ഗോപാലകൃഷ്ണൻ പക്ഷേ പറയുന്നതിൻ്റെ ആ കണ്ടന്റ് നോക്കിയാലോ, ഇന്നലെ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നു. അവരുടെ ആ സമയത്ത് അവരുടെ ഫേസ്ബുക്കിൽ ഏതാണ്ട് അതേ സമയത്ത് തന്നെ അവരുടെ ഓൺ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വരികയാണ്, ED പേടി കൊണ്ട് ഞാൻ BJP-യിലേക്ക് പോകുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ കയറി മെയ്യും, അത് കാരണം പോവല്ലാതെ മറ്റു വഴിയില്ല എന്ന് പറഞ്ഞാൽ അഡ്മിൻ എഴുതി പിടിപ്പിച്ചാണ്. സ്വന്തം അഡ്മിനെ പോലും കൂട്ടിക്കൊണ്ടുവരാൻ കഴിയാത്ത പത്മജ വേണുഗോപാലിനെ നിങ്ങൾ BJP-യിലേക്ക് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കരുണാകരൻ ലെഗസി ഉപയോഗിക്കും. ഇപ്പോൾ ഇന്ന് മലപ്പുറം നിലമ്പൂരിൽ കരുണാകരൻ്റെ ചിത്രം ഫ്ലെക്സിൽ നിങ്ങൾ അടിച്ചു വെക്കുന്നുണ്ട്. അതാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം. ആ ലെഗസിക്ക് കിട്ടാൻ പോകുന്ന അതിലും വലിയ ആ ലെഗസിയെ വെച്ചാൽ അതിന് ചെക്ക് വെക്കുകയല്ലേ? അതിലും കരുത്തുറ്റ തലപ്പൊക്കമുള്ള ലെഗസിയിലൂടെ മുരളീധരനെ തൃശ്ശൂരിൽ ബി ഗോപാലകൃഷ്ണൻ. എനിക്ക് ചിരി വരുന്നത് ഞാൻ നിങ്ങളുടെ ഈ ഭാഷയിലാണ്. ഇന്നലെ വരെ പറഞ്ഞത് പത്മജ ഞങ്ങൾക്കൊരു വിഷയമല്ല, പത്മജ പോയാൽ അഡ്മിൻ പോലും പോവില്ല. പിന്നെന്തിനാ നിങ്ങൾ ഈ പത്മജയെ പേടിച്ചിട്ട് ലെഗസിയുടെ പേരും പറഞ്ഞ് മുരളീധരനെ കൊണ്ടുവരുന്നത്? അപ്പോൾ പത്മജയെ പേടിയുണ്ട്, പത്മജയ്ക്കും ലെഗസി ഉണ്ട്. ഇപ്പോൾ പത്മജയ്ക്ക് ലെഗസി ഇല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, ലെഗസി മുരളിക്ക് മാത്രമേ ഉള്ളൂ, പത്മജയ്ക്ക് ഇല്ലെന്ന്. ഏത് പിതൃത്വം? അതാണ്. ഞാനൊരു കാര്യം പറയാം, പത്മജയെ രാഷ്ട്രീയമായി എതിർക്കാം, എനിക്കതിന് വിരോധമില്ല. BJP-യെ രാഷ്ട്രീയമായി എതിർക്കാം, പക്ഷെ ആ സ്ത്രീയുടെ പിതൃത്വത്തെ പറയരുത്. തെറ്റാണെന്ന് പറയാനുള്ള തന്റെ നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയുമ്പോൾ പിന്നെ നിങ്ങൾ വർത്താനം പറയില്ല. ഒരു മിനിറ്റ് ഞാൻ നിങ്ങളൊക്കെ പറയുമ്പോൾ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ സംസാരിപ്പിക്കാൻ അനുവദിക്കില്ല. പറ്റില്ല, നിങ്ങൾ പൊക്കോ. നിങ്ങൾ പറഞ്ഞപ്പോ കേട്ടിരുന്ന ആളല്ലേ? അതല്ലേ മര്യാദ? ഞാൻ മര്യാദക്കുള്ള വർത്താനം പറയുന്നത്. പോയിന്റുകളല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങൾ സംസാരിക്കണ മര്യാദ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ അവസരം കൊടുക്കുന്നത് കഴിഞ്ഞു. ഇതുപോലെ വൃത്തികേട് പറഞ്ഞ് പൂർത്തീകരിക്കുകയാണോ? ഇല്ല, ബി ഗോപാലകൃഷ്ണൻ അറിയാം രാഹുൽ പറയുന്ന ഈ പറയുന്ന വാക്ക് ആ അർത്ഥത്തിലുള്ള വാക്കാണെന്ന് അറിയാം. പിന്നെ രാഷ്ട്രീയമല്ലേ, അങ്ങനെ പറയും. അങ്ങനെ പറയാൻ ബാധ്യതയാണ് ബി ഗോപാലകൃഷ്ണൻ. പറയട്ടെ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, ലെഗസി എന്ന് പറയുന്ന വാക്കിന് അതിന്റേതായിട്ടുള്ള അർത്ഥമുണ്ട്. എനിക്ക് ചൂണ്ടിക്കാണിക്കണം മിസ്റ്റർ ഹാഷ്മി. ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അതെ, വൃത്തിക മിസ്റ്റർ ബൽറാമേ, ഒരു ചാനൽ ചർച്ചയിൽ ഒരു മര്യാദയുണ്ട്. ആദ്യം ആ മര്യാദ പാലിക്കേ. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല. നിങ്ങൾക്ക് എന്നെ ഇന്നും ഇന്നലെ അറിയുന്നതല്ല. കേട്ടിരിക്കേണ്ട മര്യാദ ബന്ധവും എനിക്കറിയാം. നിങ്ങൾ പറയുന്ന തോന്നിയാസം മര്യാദയുടെ ഭാഗമല്ല. മര്യാദയല്ല നിങ്ങൾ നമ്മുടെ സമയം പോകണം. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, നിങ്ങളുടെ ഈ വരട്ടി കൊട്ടെടുക്കല്ലേ? നിങ്ങൾ മര്യാദകേട് പറയുമ്പോഴാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുൽ മങ്കൂട്ടത്തില
മര്യാദകേട് പറഞ്ഞത് ഞാനല്ല, അയാൾ എന്തെങ്കിലും പറയട്ടെ. അയാൾ എന്തെങ്കിലും പറയട്ടെ. പറഞ്ഞത് ഞാനല്ല, അയാൾ എന്തെങ്കിലും പറഞ്ഞു പോട്ടെ. അയാളോടാ പറയണ്ടേ, അയാൾ എന്തെങ്കിലും പറഞ്ഞു പോട്ടെ. എന്നോടല്ല. അയാൾ നിങ്ങൾ എന്ത് വേണേ പറ. ഞങ്ങൾ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം അയാൾ എന്ത് വേണേ പറ. നിങ്ങളുടെ ഞങ്ങൾക്ക് നിലവാരം ആളുകൾക്ക് തോന്നിയത് വീണ്ടും ഈ വീണ്ടും കേരളത്തിലെ ബോധ്യമാവട്ടെ. മുഴുവൻ ആളുകൾക്ക് തോന്നി. അത് നിങ്ങളുടെ നിലവാരം ആളുകൾക്ക് വീണ്ടും വീണ്ടും ബോധ്യമായിട്ട് നിങ്ങൾ പറയും. കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് തോന്നി. അതുകൊണ്ട് അയാൾക്കെതിരെ നിങ്ങൾ മിണ്ടാടിക്കും മിസ്റ്റർ. നിങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ ചർച്ചയിൽ വന്നല്ലേ? നാട്ടുകാരോട് പൊളിറ്റിക്കൽ ലെഗസി എന്ന് രാഷ്ട്രീയ പാരമ്പര്യം എന്നാണ് അർത്ഥം. പോട്ടെ, ഞാൻ സംസാരിക്കുന്നില്ല. പറയൂ. അതൊരു മര്യാദയില്ലേ? നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. നിങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകും. നമ്മുടെ സമയം വെറുതെ സംസാരിക്കൂ. പൊളിറ്റിക്കൽ ലെഗസി എന്ന വാക്കിന്റെ അർത്ഥം രാഷ്ട്രീയ ബുദ്ധിത്വം, രാഷ്ട്രീയ പാരമ്പര്യം എന്നാണ്. പോട്ടെ, പറയൂ. എന്നിട്ട് ഞാൻ പറയാം. ആദ്യം താൻ നിർത്ത്. താൻ ആരാന്നാ തന്റെ വിചാരം? താൻ ആദ്യം നിർത്ത്, എന്നിട്ട് ഞാൻ സംസാരിക്കാം. അയാൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കുറേയധികം പൊളിറ്റിക്കൽ ലെഗസിയുള്ള രാഷ്ട്രീയക്കാരല്ലേ? നിങ്ങളൊക്കെ കുറേയധികം രാഷ്ട്രീയ ലെഗസിയുള്ള രാഷ്ട്രീയ പ്രവർത്തകരല്ലേ? നിങ്ങളൊക്കെ കുറേയധികം രാഷ്ട്രീയ ലെഗസിയുള്ള രാഷ്ട്രീയക്കാരല്ലേ? തോന്നിയാസം ഞാൻ പറയേണ്ടത് പറയും. രാഹുൽ മാങ്കൂട്ടത്തിനോട് പോയി പറ. ഒരു സ്ത്രീയുടെ പിതൃത്വത്തെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് വിഷമമുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം പറഞ്ഞോ. പിന്നെ ഇത് പഴയ കോൺഗ്രസിലെ പത്മജ അല്ല, ഇതിപ്പോ BJP-യിലെ പത്മജയാ. ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾ പറയുകയും ചെയ്യും. അത് കേട്ടിരിക്കാൻ സൗകര്യം കേട്ടിരുന്നാൽ മതി. അപ്പൊ ആവർത്താനൊന്നും പറയണ്ട. ആഷ്മി എന്താ ആഷ്മി എന്നോട് ചോദിച്ചത്? അതിന് ഉത്തരം പറയാം. അല്ല, ഞാൻ ചോദിച്ചത് അപ്പൊ അത്തരത്തിൽ അവസാനിപ്പിക്കട്ടെ വിചാരിച്ചിട്ടാ. ശരി, എന്തായാലും ഇടവേളയിലേക്ക് പോകണം. പൊളിറ്റിക്കൽ ലെഗസി എന്ന വാക്കിന്റെ അർത്ഥം രാഷ്ട്രീയ പാരമ്പര്യം എന്നാണ്. അതാർക്കറിയാത്ത പൊളിറ്റിക്കൽ ലെഗസി എന്ന വാക്കിന്റെ അർത്ഥം രാഷ്ട്രീയ പാരമ്പര്യം എന്നാണ്. എങ്കിൽ കൂടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു ബൽറാം എന്റെ അതിഥിയാണ്. ഓക്കെ, ഞാൻ തിരികെ ഇടപെടാം. ശരി, ശ്രീ നിതിൻ കണിച്ചേരി, ഇവിടെ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. അതായത് പാലക്കാട്ട് എന്നെ എന്ത് ദൗത്യത്തിനാണോ നിയോഗിച്ചത് ആ ദൗത്യത്തിന്റെ വിജയകരമായ പൂർത്തീകരണത്തിന് ശേഷം അതിന്റെ തുടർച്ചയിൽ മോദി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ സംഘരാഷ്ട്രീയത്തിനെതിരായ ദൗത്യം തന്നെയാണ് വടകരയിലും എനിക്ക് ചെയ്യാനുള്ളത്. കെ മുരളീധരൻ പറയുന്നത്, ഇ പി ജയരാജൻ പറഞ്ഞ പോലെ കേരളത്തിൽ മത്സരം അല്ലെങ്കിൽ മിക്ക മണ്ഡലങ്ങളിലും മത്സരം LDF-ഉം BJP-യും തമ്മിലാണെന്നല്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ 3ാം സ്ഥാനത്താക്കലാണ് ലക്ഷ്യം എന്ന് പറയുകയാണ്. ഇപ്പോൾ ഒരുപാട് മുഖ്യമന്ത്രിമാരുടെ ഒരുപാട് നേതാക്കളിലൊക്കെ BJP-യിലേക്കുള്ള കുഴിഞ്ഞുപോക്കിനിടയിലും പത്മജയുടെ തന്നെ BJP-യിലേക്ക് പോക്കിനിടയിലും ഉണ്ടായ വിശ്വാസരാഹിത്യത്തെ ഒരൊറ്റ നീക്കത്തിലൂടെ ചെറുക്കാൻ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞോ? ശ്രീ നിതിൻ കണിച്ചേരി. കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിൽ വലിയ പരിഭ്രാന്തിയിലാണ്. കോൺഗ്രസ് മിക്ക മണ്ഡലങ്ങളിലും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്ന ആശങ്കയിൽ നിന്ന്, കോൺഗ്രസിൻ്റെ പരിഭ്രാന്തിയിൽ നിന്ന് രാഷ്ട്രീയമായി കോൺഗ്രസ് അകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന കൈകാലിട്ടടിക്കലാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത്. വടകരയിൽ കെ മുരളീധരന് ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക പോയിട്ട് ഒരു നല്ല പെർഫോമൻസ് പോലും കാഴ്ചവെക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് പറിച്ചു നിർന്നത്. ഇത് തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തെ പറിച്ചു നിർന്നു എന്ന് മാത്രമല്ല, പാലക്കാട്ട് നിന്ന് ഷാഫി പറമ്പലിനെയാണ്. അങ്ങനെയാണെങ്കിൽ TN പ്രതാപൻ എന്താ മോശമായിട്ടുള്ള ആളാണോ? നിങ്ങളീ പറയുന്നത് പോലെ ഇപ്പോൾ കെ മുരളീധരനെ തൃശ്ശൂരിലെ ലെഗസിയും പാരമ്പര്യവും കരുണാകരൻ്റെ പാരമ്പര്യവും ഒക്കെ സംരക്ഷിക്കാനാണ് കൊണ്ടുപോകുന്നതെങ്കിൽ, നിങ്ങളത്ര സുഗമമായി ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വടകരയിലേക്ക് TN പ്രതാപനെ മാറ്റാലോ. അപ്പം അങ്ങനെയല്ല, കോൺഗ്രസ് ഇവിടെ അകപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയമായൊരു വലിയ കുഴിയുണ്ട്. ആ കുഴി എന്ന് പറയുന്നത് ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ഇപ്പോൾ ഹാഷ്മി പറയുന്നത് പോലെ സർജിക്കൽ സ്ട്രൈക്കല്ല, പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു നീക്കമല്ല. ഇപ്പോഴെങ്കിലും പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇനി എത്ര ആളുകൾ കോൺഗ്രസിൽ അവശേഷിക്കുമെന്ന് AICC നേതൃത്വത്തിന് സംശയമുണ്ട്. ഇപ്പം തന്നെ ജീവിച്ചിരിക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ അപ്പുറത്തേക്ക് പോയി. ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മക്കൾ മാത്രമാണ് കോൺഗ്രസിനോടൊപ്പം എന്ന്, ഒരാൾ MLA ആയതുകൊണ്ട് കുറച്ചു കാലം കൂടി നിൽക്കും എന്ന് നമുക്ക് കരുതാം. എത്ര ആളുകൾ വിട്ടുപോകും എന്നറിയാത്തത് കൊണ്ടാണ്
ഇപ്പോൾ വളരെ പരിഭ്രാന്തപ്പെട്ടുകൊണ്ട് കിട്ടുന്നത് പോലെ ഒരു പാനൽ തയ്യാറാക്കി ഞങ്ങളിതാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി എന്ന് വരുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിലുമേറെ കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോകും. ഇപ്പോൾ തന്നെ പത്മജ തന്നെയാണ് പറഞ്ഞത് BJP-യിലേക്ക് പോയപ്പോൾ, ഞാൻ മാത്രമല്ല ഇനിയും ഒരുപാട് ആളുകൾ വരാൻ നിൽക്കുന്നു എന്ന് പത്മജയാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ പാരമ്പര്യം നോക്കിയാൽ മുഖ്യമന്ത്രിമാരായിരുന്ന 11 ആളുകൾ കോൺഗ്രസ് വിട്ട് BJP-യിലാണ്. ഇപ്പോൾ ഇവിടെ വലിയ BJP-യുടെ പിന്നെ ശ്രീ B. ഗോപാലകൃഷ്ണനുമായി വലിയ യുദ്ധം നടത്തിയിട്ടുള്ള VT ബൽറാമൊക്കെ രാഹുൽ ബ്രിഗേഡ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ രാഹുൽ ബ്രിഗേഡിലെ അന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഹുലിന്റെ വലങ്കയായി നിന്നിരുന്ന ആളായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. ഇന്ന് എവിടെയാണ് ബൽറാം? കോൺഗ്രസിന്റെ മന്ത്രിസഭയിലാണ്. UP-യുടെ മുഖ്യമന്ത്രിയായിരുന്നു നാരായൺ റാണെ. ഇന്ന് എവിടെയാണ്? മോദി മുഖ്യമന്ത്രിയാണ്. അശോക് ചവാൻ മഹാരാഷ്ട്രയിൽ ഏറ്റവും ഒടുവിലായി പോയി. ഇപ്പോ കോൺഗ്രസിന്റെ MLA-മാരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവരല്ല. മനുഷ് അഭിഷേക് സിംഗ്വി എന്ന കോൺഗ്രസിന്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് 40 MLA-മാരുള്ള ഹിമാചലിൽ രാജ്യസഭയിലേക്ക് മത്സരിച്ചപ്പോൾ 34 വോട്ടായി ചുരുങ്ങി. മനു അഭിഷേക് സിംഗ്വി പിറ്റേ ദിവസം പറഞ്ഞു, രാത്രി 11 മണിക്ക് എന്റെ കൂടെ അത്താഴം കഴിച്ച് മടങ്ങിപ്പോയവർ. ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ കേരളത്തിൽ BJP A++ മണ്ഡലമായി കാണുന്ന എന്താണ്? ആ തൃശ്ശൂരാണ്. ആ തൃശ്ശൂർ അവർ ജയിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ആരാണ്? സുരേഷ് ഗോപിയാണ്. ആ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അവിടെ നിയോഗിക്കുകയാണ്. എന്താണ് പത്മജ ക്യാമ്പ് മാറിയ പശ്ചാത്തലത്തിൽ കൂടി അതിന് ആത്മാർത്ഥ ചോദ്യം ചെയ്യാം. വടകരയിൽ പേടിച്ചോടിയെന്ന് പറയാമോ? അങ്ങനെയാണോ ഹാഷ്മി അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? K. മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ എല്ലാ സമയത്തും രാഷ്ട്രീയമായി പരാജയപ്പെട്ടിട്ടുള്ള ആളാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ രാശി കൊണ്ടൊന്നുമല്ല, രാഷ്ട്രീയമായി പരാജയപ്പെട്ടിട്ടുള്ള ആളാണ്. VV രാഘവനോട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ട ആളാണ്. അതിനു മുമ്പ് മന്ത്രിയായിരിക്കെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ട് പരാജയപ്പെട്ട ഒരേ ഒരാളാണ് K. മുരളീധരൻ സമീപകാലത്ത്. അതും കോൺഗ്രസിന്റെ ഏറ്റവും കുത്തക മണ്ഡലമായ വടക്കാഞ്ചേരിയിൽ. അപ്പോ കോൺഗ്രസിന്റെ ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയായിട്ടാണ് TN പ്രതാപൻ ഇതിനേക്കാൾ മത്സരം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു. തൃശ്ശൂർ മണ്ഡലത്തിലെ തീരദേശ മേഖലകൾക്കകത്ത് വലിയ സ്വീകാര്യനായ നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ആളായിരുന്നു TN പ്രതാപൻ. ആ TN പ്രതാപനെ മാറ്റി K. മുരളീധരനെ കൊണ്ടുവരുന്നത് ഞാൻ സംശയിക്കുന്നത് തൃശ്ശൂരിലെ BJP-ക്ക് കോൺഗ്രസിന്റെ നിർണായകമായ പോക്കറ്റുകളിൽ നിന്ന് വോട്ട് മറിച്ചു കൊടുക്കാനാണ്. പിന്നെ നിങ്ങൾ K. മുരളീധരനെ പോലെയുള്ള ആളെന്ന് രാഷ്ട്രീയ കേരളത്തിൽ പറയുന്ന ഒരു വാക്കും ജനം മുഖവിലേക്ക് എടുക്കും എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹം DIC-യിലായിരുന്ന കാലത്ത് അഹമ്മദ് പട്ടേൽ എന്ന വലിയ കോൺഗ്രസിന്റെ നേതാവിനെ ഞങ്ങളാരും അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ടില്ല. ആ ആക്ഷേപിച്ചിട്ടുള്ള ആളാണ് K. മുരളീധരൻ. ഞാനിനി ജീവനുണ്ടെങ്കിൽ ഈ കോൺഗ്രസിനൊപ്പം ഇല്ല എന്ന് തൃശ്ശൂരിലും തിരുനക്കര വൈരാഗത്തും പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. ആ K. മുരളീധരൻ BJP-ക്ക് എതിരായ സ്ഥാനാർത്ഥിയല്ല. മാത്രമല്ല ഞാൻ സംശയിക്കുന്നത് സഹോദരി പോയ അതേ റൂട്ടിൽ പോകാനാണ് K. മുരളീധരൻ തയ്യാറെടുക്കുന്നത്. അതിനുവേണ്ടി BJP-ക്ക് കുറച്ച് വോട്ട് മറിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. വർഗീയമായ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി ചോട്ട് കിട്ടുമോ വടകരയിൽ എന്ന് നോക്കിയാണ് ഷാഫി പറമ്പിലിനെ കൊണ്ടുപോകുന്നത്. ശരി, അവിടെ K. കരുണാകരന്റെ സ്മൃതി മന്ദിരത്തിൽ ഒരു സംഖ്യയും കയറി ഇറങ്ങാൻ അനുവദിക്കില്ല എന്ന് ഇന്നലെ പറയുന്നുണ്ട്. K. കരുണാകരന്റെ ആത്മാവിന്റെ മുകളിൽ പോലും ഒരു കാവ്യ പതാക ഉദിപ്പിക്കാൻ ഞങ്ങൾ ജീവനുള്ള കാലത്തോളം സമ്മതിക്കില്ല എന്ന് K. മുരളീധരൻ ഇന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴും പത്മജയുടെ വഴിയാണ് K. മുരളീധരൻ തോന്നലുണ്ടായോ? എനിക്കറിയില്ല. ബൽറാം, മറുപടി അങ്ങനെ ഉണ്ടോ? അല്ല, ഇവിടെ ഈ നിതിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്നിട്ട് എനിക്ക് പരിചയമുള്ള ആളാണ്, അടുപ്പുള്ള ആളാണ്. അദ്ദേഹം ഇങ്ങനെ ഇവരെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാപ്സ്യൂളുകൾ മുഴുവൻ ഇങ്ങനെ ഛർദ്ദിച്ചു വെക്കുകയാണ്. പലതും ആവേശത്തിൽ അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമായിട്ടുള്ള പെശക് കൂടിയാണ്. നാരായൺ റാണെ UP-യിലെ മുഖ്യമന്ത്രിയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ്. അപ്പോൾ ഈ പറയുന്ന ഒഴുക്കില് ആവേശത്തിൽ അദ്ദേഹം എന്തൊക്കെയോ പേരുകൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം ഇപ്പോ K. മുരളീധരന്റെ അദ്ദേഹത്തിന്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു പ്രസംഗത്തിൽ അലുമിനിയം പട്ടേൽ എന്ന് പറയുന്ന പ്രയോഗമൊക്കെ എടുത്തു പറഞ്ഞു. മിസ്റ്റർ നിതിൻ, നിങ്ങൾ ഈ പൊന്നാനിയിൽ ഈ ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്ന ഹംസ, അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞതിന്റെ വീഡിയോകൾ ഞാനിപ്പോ കേൾപ്പിച്ചു തരണോ? നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അപ്പോ ഇതൊന്നും അല്ല ഒരു രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വലിയ ഞെട്ടലുളവാക്കി, എനിക്ക് വേദനയുണ്ടാക്കി. കാരണം നിങ്ങൾ പറഞ്ഞത് പല സീറ്റുകളിലും കോൺഗ്രസ് ഇത്തവണ 3-ാം സ്ഥാനത്തേക്ക് പോകും കേരളത്തിൽ എന്നാണ്.
ഞാൻ ഇന്നേ വരെ സി പി അത് DP പറഞ്ഞാണ്. എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിൽ നിന്നും അങ്ങനെ ഒരു ആക്ഷേപം കേട്ടിട്ടില്ല. അല്ല, താങ്കൾ കേൾക്കാത്തതാണ്. അപ്പൊ ബി ജെ പിയെ രണ്ടാം സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി കേരളത്തിൽ മിക്ക മണ്ഡലങ്ങളിലും മത്സരം എൽ ഡി എഫും ബി ജെ പിയും ഇ പിയുടെ നിലവാരത്തിലുള്ള രണ്ടാമത്തെ ഒരാളെ ഇ പിയുടെ നിലവാരത്തിലുള്ള രണ്ടാമത്തെ ഒരാളെ കൂടി സി പി എമ്മിൽ നിന്ന് കാണാൻ സാധിച്ചു എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തിലേക്ക് വേറെ കുറച്ച് പേരുകൾ പറയാം. അശോക് ദിന്ദ, തപ്സി മണ്ഡൽ, ഖഗൻ മുർമു, സ്വദേശ് രഞ്ജൻ നായക്, ദീപാലി ബിശ്വാസ്, നികുഞ്ച പൈക്ക്, അങ്കഡ് ബൗരി, ദേബേന്ദ്രനാഥ് റോയ്, ജ്യോതിർമയി സിക്ദർ, വിശ്വജിത് ജിത്ത, ജിതേന്ദ്ര സർക്കാർ, മനോരഞ്ജൻ ആചാർജി, ജയ്കിഷോർ ജമാത്തിയ, ഈ പറഞ്ഞ ആളുകളൊക്കെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ആയിട്ടുള്ള നിങ്ങളുടെ എം എൽ എമാരും എം പിമാരുമായിരുന്നു. ഇവിടെ കോൺഗ്രസ് രാജിവെച്ചിട്ട് വേറെ പാർട്ടി പോകുന്നവരെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 2019 സി പി എമ്മിന്റെ ഒരു സിറ്റിംഗ് എം എൽ എ ബംഗാളിൽ ഖഗൻ മുർമു, അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കാതെ സി പി എമ്മിന്റെ എം എൽ എ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് എം പി ആയ ആളാണ്. എം പി ആയതിനു ശേഷമാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചത്, സി പി എമ്മിൽ നിന്ന് രാജിവെച്ചത്. അപ്പൊ സി പി എമ്മിൽ ഇരുന്നു കൊണ്ട് തന്നെ ബൽറാം, നിങ്ങൾ ഈ മുർമുവിന്റെ പേരും പട്ടികയിൽ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പൊക്കമുള്ള രണ്ട് നേതാക്കൾ എ കെ ആന്റണിയുടെ മകനും കെ കരുണാകരന്റെ മകളും, അത് ഏതെങ്കിലും തരത്തിൽ വോട്ട് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ 5 പൈസയുടെ ജനബന്ധമുള്ള ആൾക്കാരാണോ ഇത് എന്നൊക്കെ രണ്ടാമത്തെ ചോദ്യം. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടെ രണ്ട് മക്കൾ ബി ജെ പി ക്യാമ്പിലേക്ക് പോകുന്നതിന് നിങ്ങൾക്ക് മുർമു പട്ടിക വെച്ച് സമീകരിക്കാൻ കഴിയില്ല. ആ മുർമു പട്ടിക സമീകരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾക്ക് പോലും അക്കാലം അത്രയും നേടിയെടുത്ത എല്ലാവിധ ആനുകൂല്യങ്ങളും മറന്ന് പുറങ്കാലടിച്ച് ഒറ്റ രാത്രിയിൽ പോകാൻ പറ്റുന്നെങ്കിൽ എന്താണ് പ്രശ്നം? നിങ്ങളും ആലോചിക്കണം. നിങ്ങളുടെ മുർമു പട്ടിക കൊണ്ട് കാര്യമില്ല ബൽറാം. അതിൽ ഞാൻ പറയട്ടെ, അല്ല കാര്യമുണ്ടോ ഇല്ല ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഇവിടെ ഓരോ പാർട്ടിയിലും എടുക്കാച്ചരക്കുകളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ടാവും, ആർക്കും വിലയില്ലാത്ത കുറച്ച് ആളുകളുണ്ടാവും. പണ്ട് അച്ഛൻ ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പിന്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വലുപ്പമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിൽക്കാൻ കഴിയില്ല. അതുതന്നെയാണ്. അങ്ങനെയുള്ള ആർക്കും വേണ്ടാത്ത കുറച്ച് ആളുകൾ പോകുന്നു. നിങ്ങൾ ഈ പറഞ്ഞ പേരുകളൊക്കെ കോൺഗ്രസിന്റെ അണികൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കിയ ആളുകളാണോ? കോൺഗ്രസിലെ ആർക്കെങ്കിലും അതിലൊരു നഷ്ടബോധം തോന്നുന്നുണ്ടോ? അയ്യോ ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് പോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എന്നാൽ സി പി എമ്മിന്റെ 3 തവണ എം എൽ എ ആയിരുന്ന ഒരു വ്യക്തി ഇന്ന് ബി ജെ പിയുമായിട്ട് താൻ ചർച്ച നടത്തി അതിലേക്ക് പോകാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ അത്? ഇടുക്കിയിലെ ദേവികുളത്തെ എം എൽ എ ആയിരുന്നു, ഞങ്ങളുടെ അടക്കം ഒപ്പം നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് ശ്രീ രാജേന്ദ്രൻ. ആ രാജേന്ദ്രൻ ഇതാ 1 വർഷം മുമ്പ് സി പി എമ്മിന്റെ നേതാവായിരുന്നു. സംഘടനാപരമായിട്ടുള്ള അച്ചടക്ക നടപടി മാത്രമേ അദ്ദേഹത്തിന് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ പാർട്ടിയിൽ നിന്ന് എല്ലാ കാലത്തേക്കും പോയിട്ടുമില്ല. അദ്ദേഹം ഇപ്പൊ ബി ജെ പിയിലേക്ക്. അപ്പൊ പാർട്ടികളിൽ നിൽക്കാൻ കഴിയാത്ത അന്തരീക്ഷമുള്ള ആളുകൾ, പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന കുറച്ച് അക്കരപ്പച്ച തേടിയുന്ന രാഷ്ട്രീയ ഭിക്ഷാദേഹികൾ, അവർ പോകുന്നതിനെ കുറിച്ചല്ല മിസ്റ്റർ നിധിൻ നമ്മൾ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറ. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ സഖ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ നിൽക്കുന്നത്. നിങ്ങൾ ആ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. ഞങ്ങൾ 20 സ്ഥാനാർത്ഥികളെ ഇവിടെ UDFന്റെ ഭാഗമായിട്ട് നിർത്തുമ്പോൾ ആ 20 സ്ഥാനാർത്ഥികളും ഇന്ത്യ സഖ്യത്തിന്റെ കൂടി ഭാഗമാണ്. നിങ്ങളുടെ CPMന്റെ സ്ഥാനാർത്ഥികൾ, CPIയെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. CPM ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴും പലതരത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട BJPയുമായി ഒത്തുകളിച്ച് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കും. പല സ്ഥലത്തും BJPയെ 2ാം സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ വോട്ട് മറിക്കും. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് BJPക്ക് കാലുകുത്താനുള്ള മണ്ണ് ഈ കേരളത്തിൽ ഒരുക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ആ നിലയിലുള്ള പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെക്കും. ഞങ്ങൾ വിജയിക്കും. അത് തൃശ്ശൂരിലായാലും വടകരയിലായാലും കേരളത്തിലെ 20 സീറ്റിലായാലും BJPയെ പരാജയപ്പെടുത്തുന്നത് ഞങ്ങളായിരിക്കുമെന്നുള്ള 100% ആത്മവിശ്വാസമുണ്ട്. അതാണ് പാലക്കാട് ഷാഫി പറമ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ചത്. അത് ഈ ആനന്ദ് കൊച്ചുകൂടി ഇപ്പോ എന്റെ ഫോൺ ചാർജ് എന്റെ ഫോൺ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഏഷ്യാനിലെ ഡൽഹി മാധ്യമപ്രവർത്തന കാലത്തെ ഒരു ഉത്തരേന്ത്യൻ മാധ്യമ സുഹൃത്ത് ഈ എന്താണ് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നു എന്ന ആ വാർത്ത വന്നു തുടങ്ങുമ്പോൾ ഇസ് ഇറ്റ് ട്രൂ എന്ന് പറഞ്ഞാൽ അയക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പത്മജ നേരിട്ടറിയാവുന്ന മാധ്യമപ്രവർത്തകനല്ല, ഉത്തരേന്ത്യക്കാരനാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ദീർഘകാല മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ മകൾ BJPയിലേക്ക് പോകുന്നു എന്നുള്ളത് BJP മനസ്സുള്ള മാധ്യമപ്രവർത്തകന് അത്ഭുതമായി തോന്നുന്നു. എന്ന് പറഞ്ഞാൽ പത്മജയുടെ അങ്ങോട്ടേക്കുള്ള വരവ് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ജനങ്ങളുമായി ബന്ധമുണ്ടോ, അല്ലെങ്കിൽ കിട്ടിയ മുകുന്ദപുരമടക്കം കിട്ടിയ സീറ്റിൽ പരമദയനീയമായി തോറ്റതാണോ എന്നതിനൊക്കെ അപ്പുറം ഒരു പ്രൊപ്പഗണ്ട മെറ്റീരിയലാണ്. എന്നാലും തർക്കമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇന്നിപ്പോൾ ഇന്ത്യ ടുഡേയുടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചത്
ഇത് രാഹുൽ ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനിയെ നിർത്തിയതുപോലെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിയാണോ BJPയുടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്മൃതി ഇറാനി പോയിട്ട് കേരളത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് വലിയ തോൽവി ഏറ്റുവാങ്ങിയ ഒരാളാണ് പത്മജ. തൃശ്ശൂർ പോലെ 25 വർഷം തുടർച്ചയായിട്ട് തേറമ്പിൽ രാമകൃഷ്ണൻ മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലത്തിൽ അവരെ നിർത്തിയിട്ട് അവർ ആദ്യം തോൽക്കുന്നു, കഴിഞ്ഞ തവണ വീണ്ടും തോൽക്കുന്നു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇനിയിപ്പോൾ സ്മൃതി ഇറാനി പോയിട്ട് ഈ കൈപ്പത്തി ചിഹ്നത്തിൽ കേരളത്തിൽ പച്ചപിടിക്കാത്ത ഒരാൾ എങ്ങനെയാണ് താമര ചിഹ്നത്തിൽ ജയിക്കുക? അത് ഒന്ന് വെറുതെ ആലോചിച്ചാൽ മതി. പക്ഷേ ഉത്തരേന്ത്യയിൽ അതൊരു പ്രൊപ്പഗാൻഡ മെറ്റീരിയലാണ്. ഉത്തരേന്ത്യയിൽ അനിൽ ആൻ്റണി, ഇപ്പോൾ കേരളത്തിലെ BJP നേതാക്കൾക്ക് അനിൽ ആൻ്റണിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. പക്ഷേ ഉത്തരേന്ത്യയിലെ BJP നേതാക്കളാണല്ലോ ഇവിടെ അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയിൽ കൊണ്ടേ നിർത്തിയത്. പത്തനംതിട്ടയിൽ ഇപ്പോൾ PS ശ്രീധരൻ പിള്ളയെ നിർത്തിയിരുന്നെങ്കിൽ അവിടെ ഓർത്തഡോക്സ് വോട്ട് കിട്ടും, നായർ വോട്ട് കിട്ടും, ഈഴവ വോട്ട് കിട്ടും, അവിടെ ത്രികോണ മത്സരമാവും, ചിലപ്പോൾ BJP ജയിച്ചേനെ. പക്ഷേ എന്താണ് അവർ ചെയ്തത്? BJPയുടെ ചാണക്യന്മാർ എന്നാണല്ലോ അറിയപ്പെടുന്നത്. ചാണക്യന്മാർ അവിടെ അനിൽ ആൻ്റണിയെ കൊണ്ട് നിർത്തി. അവിടെ PC ജോർജിനെ നിർത്തിയില്ല, ഷോൺ ജോർജിനെ നിർത്തിയില്ല, കഴിഞ്ഞ തവണ മത്സരിച്ച K സുരേന്ദ്രനെ നിർത്തിയില്ല, എന്നിട്ട് അനിൽ ആൻ്റണിയെ കൊണ്ട് നിർത്തി. അപ്പോൾ BJPയുടെ ഒക്കെ ഒരു സ്ട്രാറ്റജി നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അവർ ഉത്തരേന്ത്യയിൽ ക്യാമ്പയിൻ മെറ്റീരിയൽ, കഴിഞ്ഞ തവണ വയനാട് രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചതിന് ഉത്തരേന്ത്യയിലാണ് BJP അത് വിറ്റ് കാശാക്കിയത്. അതുപോലെയുള്ള ചില കാര്യങ്ങൾ BJPക്ക് കരുണാകരൻ്റെ മകൾ ആൻ്റണിയുടെ മകൻ എന്ന് പറയാനുള്ള പ്രൊപ്പഗാൻഡ മെറ്റീരിയലൊക്കെയാണ്. പക്ഷേ കേരളത്തിൽ ഈ പത്മജ പോകുന്നത് വഴി ഇപ്പോൾ CPM-ന് ശ്രീ നിതിൻ കണിച്ചേരി പറഞ്ഞതുപോലെ CPM-ന് മുസ്ലിം വോട്ടർമാരെ കാണിച്ചുകൊണ്ട് അത് ഇങ്ങനെ ഈ പണ്ട് കരുണാകരൻ തന്നെ ചെയ്തിരുന്നത് പോലെ ഒന്ന് കണ്ണിറുക്കണം. ഈ മുസ്ലിം വോട്ടർമാരെ മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന ചില പ്രസ്താവനകൾ അതവർക്ക് മനസ്സിലാവണം എന്ന് ഉറപ്പില്ലല്ലോ. അപ്പോൾ ഒന്ന് കണ്ണിറുക്കിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം ഇത് അവരെ ലക്ഷ്യം വെച്ചാണെന്ന് മനസ്സിലാവണല്ലോ. ഇപ്പോൾ ഇവിടെ 3ാം സ്ഥാനത്താണ് കോൺഗ്രസ് പോകുന്നത് എന്നൊക്കെ പണ്ട് ഉമ്മൻചാണ്ടി ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ, നെയ്യാറ്റിൻ്റെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ എന്തൊക്കെ പുകിലായിരുന്നു. അന്നത്തെ CPM നേതാക്കളൊക്കെ പറഞ്ഞത് നിതിൻ കണിച്ചേരിക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ അന്നത്തെ വിഷ്വൽസ് ഒക്കെ ഒന്ന് പോയി കാണണം. പക്ഷെ അന്നുകൊണ്ട് അക്കാലം ഇപ്പൊ TN പ്രതാപൻ തൃശ്ശൂരിൽ UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞപ്പോഴേക്കും ഉണ്ടായ പുകിൽ നമ്മൾ കണ്ടതാണ്. പ്രതാപൻ തിരുത്തി വരെ ചെയ്തു. പോട്ടെ, ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ B. ഗോപാലകൃഷ്ണൻ, ചുരുക്കത്തിൽ പത്മജ, ഓപ്പറേഷൻ പത്മജ എന്ന സ്ട്രാറ്റജി പൊട്ടിയോ? B. ഗോപാലകൃഷ്ണൻ. ഞാൻ ആദ്യം ആനന്ദ് കൊച്ചുകൂടിയോട് ഒരു കാര്യം പറയട്ടെ. ആനന്ദ് കൊച്ചുകൂടി BJPയിലെ ചാണക്യന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് 2014 ഒരു ചായപ്പീടിയക്കാരന് വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഓഫീസിൻ്റെ പിന്നിൽ വന്ന് ചായ അടിച്ചോട്ടെ എന്ന് പറഞ്ഞ വലിയ ബുദ്ധിമാന്മാർ, ആ ബുദ്ധിമാന്മാർക്ക് പിന്തുണ കൊടുത്ത ആനന്ദ് കൊച്ചുകൂടി അടക്കമുള്ള ആളുകൾക്ക് അന്ന് ചിന്തിക്കാനായില്ല നരേന്ദ്രമോദി വരും, ഒറ്റ പാർട്ടിയായിട്ട് ജയിക്കും, ശക്തമായി ഭരണം നടക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. അതിനുശേഷം 2019 ഇതേ കൊച്ചുകൂടിയും ഞാനും തമ്മിൽ ഒരുമിച്ചിരുന്ന് റിപ്പോർട്ടർ ചാനൽ ചർച്ച ചെയ്തു. അന്ന് കൊച്ചുകൂടി പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം. നോട്ട് നിരോധനം കൊണ്ട് ഈ BJP തകരുകയാണ്, മോദിക്ക് ഇനിയും രക്ഷയില്ല, മോദി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ ആനന്ദ് കൊച്ചുകൂടി. പക്ഷേ BJPയിലെ ചാണക്യന്മാർ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ 2019 നേടിയെടുത്തുകൊണ്ട് അധികാരത്തിൽ വന്നു. ഇപ്പം ഞാൻ ഒന്നും കൂടി കൊച്ചുകൂടിയോട് പറയുന്നു, BJPയിലെ ചാണക്യന്മാർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾ കാണുന്നതിനേക്കാൾ 10 തലയോട് കൂടിയിട്ടാണ് കാണുക. അവർ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 400 സീറ്റോടുകൂടി മിനിമം, ഞാൻ ഏറ്റവും കൃത്യമായി പറയുന്നു, 370 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു, ആ സീറ്റുമായിട്ട് BJP അധികാരത്തിൽ വരും. കൊച്ചുകൂടിക്ക് ഇപ്പോൾ സംശയമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സംശയമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ 2014 2019 സംശയം മാത്രമായിരിക്കും. അത് ഞാൻ പറഞ്ഞ് അവിടെ നിർത്തുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ബൽറാം അദ്ദേഹം പറഞ്ഞ ഒരു നല്ല വാക്കുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞ ആ വരി. എന്നുവെച്ചാൽ അച്ഛൻ ആനപ്പുറത്ത് ഇരിക്കുന്നുണ്ട് എന്ന് വെച്ച് മക്കൾ തഴമ്പുണ്ടോ എന്ന് തപ്പണ്ടെന്നാണ്. വളരെ കറക്റ്റാണ് ആ ചോദിച്ചത്. ആ പറഞ്ഞത് ആരെ വെച്ചാണെന്നുള്ളതും കൂടി വ്യക്തമായി. അച്ഛൻ ആനപ്പുറത്തുണ്ടെന്ന് പറഞ്ഞ് വടക്കാഞ്ചേരി പോയി തഴമ്പ് തപ്പി, അപ്പോൾ തോറ്റുപോയി. അച്ഛൻ ആനപ്പുറത്തുണ്ടെന്ന് പറഞ്ഞ് തൃശ്ശൂർ പാർലമെൻറ്റിലും മത്സരിച്ചു, അപ്പോഴും തോറ്റുപോയി. അച്ഛൻ ആനപ്പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് നേമത്ത് പോയി, ഇപ്പം ജയിക്കുമെന്ന് പറഞ്ഞ് 3ാം സ്ഥാനത്തേക്ക് പോയി. അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴും ഇല്ല, തഴമ്പ് ഇപ്പോഴും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തഴമ്പില്ലാത്തവർക്കെതിരായിട്ടുള്ള ആ വർത്തമാനം ഉണ്ടല്ലോ, എനിക്കിഷ്ടപ്പെട്ടു, അത് വളരെ ഗംഭീരമായി. അതുകൊണ്ട് ഒന്ന് ഞാൻ വ്യക്തമായി പറയാം, ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, ആ സുരേഷ് ഗോപിയെ ഈ നാട്ടിലെ ജനങ്ങൾ ഇരു കൈകൊണ്ടും, അത് കേവലം രാഷ്ട്രീയമല്ല,
സുരേഷ് ഗോപിക്കൊരു മനസ്സുണ്ട്, നന്മയുടെ മനസ്സ്. സുരേഷ് ഗോപിക്കൊരു സ്വഭാവമുണ്ട്, കൊടുത്ത ശീലം എടുത്ത ശീലമല്ല. അപ്പോൾ എടുത്ത ശീലമുള്ളവർക്ക് എതിർപ്പുണ്ടാവും, കൊടുത്ത ശീലമുള്ളവർ അദ്ദേഹത്തെ അംഗീകരിക്കും. അതുകൊണ്ട് കയ്യിൽ കിട്ടുന്ന പൈസയുടെ ഒരു വിഹിതം സാധാരണക്കാരൻ്റെ നന്മയ്ക്ക് കൊടുത്ത് കരുവന്നൂരിലെ കാര്യം പറഞ്ഞപ്പോൾ എവിടെ പോയിരുന്നു കെ മുരളീധരൻ? കരുവന്നൂരുകാർക്ക് വേണ്ടി സംസാരിച്ചില്ലല്ലോ. ഇനി കെ മുരളീധരൻ എന്താ മുസ്ലിം ലീഗിനോട് പറഞ്ഞത്? മുസ്ലിം ലീഗിൻ്റെ 3ാമത്തെ MP വേണം എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞപ്പം അവർക്ക് 3 അല്ല 5 കൊടുക്കാമെന്ന് പറഞ്ഞ ആളാണ് കെ മുരളീധരൻ. അപ്പോൾ കെ മുരളീധരൻ്റെ പാരമ്പര്യം ലെഗസിയൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഞാൻ ലെഗസിയുടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അതെന്താണെന്നറിയോ? KG മാരാരുടെ പുസ്തകം വന്നിട്ടുണ്ട്, ഹാഷ്മി വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സംഘികളെ കയറി നിരങ്ങാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ കെ മുരളീധരനോട് ഞാൻ പറഞ്ഞത്, ഈ സംഘികളെ ക്ലിഫ് ഹൗസിൽ വിളിച്ചിരുത്തിയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് കെ കരുണാകരൻ. ഈ സംഘികളുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് വടകരയിലും. പിന്നെ എവിടെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവിടെ ഒരു കാലത്ത് ഇന്ന് കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ മകളുടെ കൂടെ കരുണാകരനും BJPയിൽ വന്നേനെ. കാരണം ഇന്ത്യയിൽ എടുക്കാച്ചരക്കായി മുങ്ങുന്ന കപ്പലാണ് കോൺഗ്രസ്. ആ മുങ്ങുന്ന കപ്പലിൽ നിന്ന് വിവരമുള്ളവർ ഓടി രക്ഷപ്പെടും. അങ്ങനെ ഓടി രക്ഷപ്പെടുന്നവർ 1ഉം 2ഉം 3ഉമായി തുടരുന്നു. കേരളത്തിലെ ചില ആളുകൾക്ക് അന്ധതയുണ്ട്, തിമിരം ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ വന്ന പത്മജ വേണുഗോപാലിന് ചാലക്കുടിയാണോ ഏത് സീറ്റാണെന്ന് അറിയില്ല. ഇന്നലെ ഒന്ന് അനിൽ ആന്റണിക്ക് 18 സീറ്റ് കൊടുക്കുന്നു, സുരേഷ് ഗോപിക്ക് സീറ്റ് കൊടുക്കുന്നു. അപ്പോൾ താങ്കളെ പോലെ തുടക്കം മുതലേ BJPയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഒരു ലോക്സഭാ സീറ്റ് കിട്ടേണ്ടതൊക്കെയാണ് കേട്ടോ ശ്രീ B. ഗോപാലകൃഷ്ണൻ. അതിലെൻ്റെ വ്യക്തിപരമായ സങ്കടം ഞാൻ അറിയിക്കാം. തിരികത്തെ ഇടവേളയ്ക്ക് ശേഷം 2019 മത്സരിച്ച അറിയാലോ, 2021 മത്സരിച്ച അറിയാലോ. ഞങ്ങളുടെ പാർട്ടിയിൽ മത്സരിക്കലല്ല, അധികാരം കിട്ടലല്ല. ഞങ്ങൾ തോറ്റ് ഈ പാർട്ടി വർഷമായി പൈസ എടുത്തിട്ട് അത് ഞങ്ങൾ പാർട്ടിയുടെ ആദർശമാണ്. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, കേരളത്തിന് നിയമസഭയിൽ BJP ഭരിക്കുന്ന ലക്ഷ്യം. അതിലേക്ക് ഞങ്ങളൊക്കെ അധ്വാനിക്കും. ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അധ്വാനിക്കും, അത്രയേ ഉള്ളൂ. നിതിൻ കണിച്ചേരി, ഇപ്പോൾ കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും LDF വിജയിക്കും എന്ന നിങ്ങളുടെ അവകാശവാദം, ആ പ്രഖ്യാപനത്തിനപ്പുറം എല്ലാ മണ്ഡലങ്ങളും കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകും എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നുകൂടി നേരിട്ട് ചോദിച്ചാൽ കേരളത്തിൽ BJPക്കാണോ കോൺഗ്രസിനാണോ ശക്തി? നിതിൻ കണിച്ചേരി. നോക്കൂ, അതല്ല, കോൺഗ്രസിന് ശക്തിയുള്ള നാടുകളിലെല്ലാം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയതിൻ്റെ ഭാഗമായി മതനിരപേക്ഷമായ മനസ്സ് കോൺഗ്രസിന് ഇല്ലാതായി. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ BJPയിലേക്ക് പോകാൻ പറ്റുന്നത്. ഇപ്പോഴിവിടെ ഘോരഘോരം പ്രസംഗിച്ച VT ബൽറാം ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൽ തന്നെ എല്ലാ കാലവും തുടരും എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് കാരണം കോൺഗ്രസിന് ആ രാഷ്ട്രീയം നഷ്ടപ്പെട്ടിരിക്കുന്നു. KPCCയുടെ പ്രസിഡന്റ് ഏത് സമയവും കോൺഗ്രസിലേക്ക് പോകാം. അല്ല കണിച്ചേരി, ഇവിടെ ഞാൻ ചോദിക്കാനുള്ള കാരണം കേരളത്തിൽ മിക്ക മണ്ഡലങ്ങളിലും ഇപ്പോൾ B. ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കമുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മിക്ക മണ്ഡലങ്ങളിലും BJPയും CPMും തമ്മിലാണോ LDF തമ്മിലാണോ പോര്? ആണോ? അത് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് അങ്ങനെയെങ്കിൽ? ഹാഷ്മി, നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ വിലയിരുത്തേണ്ടത് കോൺഗ്രസ് ഈ രാജ്യത്തിനകത്ത് ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. പക്ഷേ കോൺഗ്രസ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കൾക്ക് കോൺഗ്രസിനോട് താല്പര്യമില്ലാതാകുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പം രാഷ്ട്രീയമായി ഒരു വലിയ കുഴിയിൽ അകപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്നെ തിരുത്താനും എൻ്റെ നിലവാരത്തെക്കുറിച്ചുമൊക്കെ ശ്രീ VT ബൽറാം ആശങ്കപ്പെടുന്നത് കണ്ടു. എന്തായാലും KPCCയുടെ പ്രസിഡന്റും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും തമ്മിലുണ്ടായ നിലവാര തകർച്ചയൊന്നും കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ട് ബൽറാം ഞങ്ങളെ ഒന്നും അളക്കണ്ട. ബൽറാം പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വസ്തുതാപരമായ ഒരു പെശക് പറ്റി. നാരായൺ റാണെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിമാരായിരുന്നു. 11 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരാണ്. പൂർണ്ണമായി കഴിഞ്ഞു. ഇതിന് എത്തിയപ്പോൾ കുറച്ചൊന്ന് വൈകിയത്, അതുകൊണ്ടാണ് കിട്ടാൻ സമയം വൈകിയത്. എന്തായാലും നമുക്ക് ഉറപ്പായ അടുത്ത ദിവസങ്ങളൊക്കെ ഇരിക്കേണ്ടി വരും. കാര്യം സ്ഥാനാർത്ഥി പട്ടിക വരുന്നതോടുകൂടി കൂടുതൽ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാവുകയാണ്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും തൃശ്ശൂരെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് കെ മുരളീധരൻ്റെ അവിടുത്തെ മാസ് എൻട്രിക്കായി. നാളെ ഉറപ്പായും 1 ലക്ഷം ഇവന്റ് ആവുകയും ചെയ്യും. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.